ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുന്നുംപുറത്തേക്ക് പോക്കാം കേട്ടോ. അപ്പോൾ ഞാനും തനൂട്ടി അനാമിയും നേതൂട്ടിലും കൂടെ പോകുന്നു. അപ്പോൾ രാവിലെ കണ്ടില്ലേ, ഫുള്ള് കാടാട്ടോ. നല്ല അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട്. ഇന്ന് അവർക്ക് അന്നയുടെ ആക്കിയിട്ടാണ് അവർ തിരിച്ചെൻ്റെ സ്കൂൾ പോകാൻ വെച്ചാൽ കവറും ഒക്കെ ഉള്ളത് കൊണ്ട് വാവേനയും തട്ടി ജയിലുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് അവരും കൂടെ വരുന്നത്. പിന്നെ രാവിലത്തെ നടത്തം നല്ലതല്ലേ. അപ്പോൾ രാവിലെ ഇപ്പം എൻ്റെ കൂടെ വരും. അപ്പോൾ കാണിച്ചു തരാം അവരെ. കണ്ടില്ലേ നേതൂസ്, ഹായ്. ദിവസം എല്ലാവരും എണീച്ചിട്ട് വരുന്ന വരുത്താന്ന്. അനാമ പിന്നെ രാവിലെ എണീച്ചിന് കണ്ട നല്ല ഫുള്ള് കാടാട്ടാ, മഞ്ഞും എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അനക്കിലെ കൂടെ വരാൻ മരണ്ട പേടിയാട്ടാ. അപ്പം ഞാൻ ഇവരെ കൂടെയല്ല വരുക, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും. പിന്നെ പക്ഷെ ഇവരിങ്ങോട്ടേക്ക് രണ്ടാളും ഒറ്റക്കാട്ടാ വരും അതിലേക്ക് കൂടെ. പക്ഷെ അങ്ങനത്തെ ഇങ്ങനെ കാണുമ്പോൾ വലിയ കാടാന്ന്, പക്ഷേ സ്ഥിരം പോകുന്ന കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല. ഇപ്പം മുകളിലെത്തിരി കാണിച്ചു തരാം. കാണുന്നില്ലേ, ഒരു വേക്കുന്ന വരുന്നുണ്ട്. ഞാൻ എത്തിയിട്ട് കാണാം. കണ്ടില്ലേ, ഇതാണ് ആ വഴി കേട്ടോ നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മൾ ആ കാടൊക്കെ കഴിഞ്ഞ് മുകളിലെത്തി. എന്നാലും വീട്ടിലുണ്ട് കേട്ടോ, തേച്ചും കാടാണ്. ഒന്നും വയക്കിയിട്ടില്ല. അതാണ് വയ്ക്കാൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇതിൽ പിന്നെ വയക്കുന്ന സ്ഥലം അവരുള്ള പറമ്പല്ലേ, അതും പറമ്പ് തന്നെ കേട്ടോ. പക്ഷെ അത് പിന്നെ അങ്ങനെ പണ്ടേ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വീട് എത്താനായി കേട്ടോ. അവിടെ ഒരു വീടുണ്ട്, കണ്ടില്ലേ, നമ്മളെ പപ്പിയച്ചിൻ്റെ. അപ്പോൾ നമ്മൾ അവിടെ എത്താനായി. ഇതാ നമ്മൾ വേക്കുന്ന വരുന്നത് ഒരാളിതാ വിമാനം പോകുന്നുണ്ടല്ലേ. നമ്മളെ വീടെത്താനായി. വീടകത്തൊരു വീടുണ്ടായിരുന്നു, അവർ വേറെ വീടെടുത്ത് മാറിയതാട്ടോ, അവരുടെ സ്ഥലമായിട്ട്. എന്താ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടാ. ഇവിടെ എത്തിയാൽ പിന്നെ സാറില്ല. കുന്നുകയറിക്കയറി രാവിലെ നമുക്ക് തളരും. ഒന്നാമത് ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് ഓളയും തട്ടിയിട്ട് കുന്നുകയറാനും കാണുന്നില്ല. അപ്പോൾ അനാമയും തട്ടു. പിന്നെ ഇതാ നമ്മൾ പപ്പിയച്ചിൻ്റെ വീട്ടിലെത്തിയിട്ടാ, കണ്ടില്ലേ. അപ്പൂ പപ്പിയച്ചി ആത്മ കുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെല്ലാം പരിചയം കേട്ടാ. മോളിൽ നിന്ന് വേറൊരു നായി കരക്കുന്നുണ്ട്. തനുസ് കുന്നും കയറി വന്ന് താളനാടി ഇരുന്നിട്ടുണ്ട്. അനാമിൽ ഇരിക്കുന്ന നമ്മളെ പപ്പിയേച്ചി. അതാ പപ്പിയേച്ചി പണിക്കോണ്ടാ, ഇന്ന് ലീവ് ആയിരിക്കും അല്ലേ. പിന്നെ അതാ നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തി. അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടെ വീട് ഇതാട്ടോ നമ്മളെ പപ്പിയേച്ചി. ചവക്കാലിലും എടുത്ത് വെച്ചിരിക്കുന്ന ഇരുത്തേനും കണ്ടില്ലേ. ഇതാ തനൂസിൻ്റെ വേക്കിലുണ്ട്. അതാ അപ്പോൾ നമ്മളെന്തായാലും അടുപ്പിട്ട് വീടും കാണിച്ചു തരാട്ടാ. അപ്പം ഇതാണ് വീട് കേട്ടോ. അപ്പോൾ ഇനി വേഗം പണിക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ തനൂട്ടിയും അനാമിയുമായിട്ട് നേരത്തെ തന്നെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പപ്പിയച്ചോട് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. അതാ നേരം പെയ്യത്. കണ്ടില്ലേ, പിന്നെ ആ സൈഡാണ് കെട്ടുന്നത്. അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഇവർക്ക് കഞ്ഞിക്കുള്ള പുയ്ക്കുക വീട്ടിൽ നിന്ന് തന്നെ ആക്കി എടുക്കുകയില്ല. കറിയും ചോറും അങ്ങനത്തെ ഞാൻ ഇവിടുന്ന് വെക്കുക ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഉച്ച വരെ അവർക്ക് പണിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ പുയ്ക്കാക്കി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ കഞ്ഞിയും ചായയും വേണ്ടു. വെള്ളം പിന്നെ അവർക്ക് റെഡിയാക്കിയാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൾ എണീക്കുമ്പോഴത്തേക്ക് ഞാൻ വേഗം അതും കൂടി ഒന്ന് ആക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ചായ വെക്കട്ടെ ഇനി. ഇപ്പോൾ ഇത് നമ്മളെ ഭാസ്കരേട്ടൻ വരുന്നുണ്ട്. പിന്നെ ശശിയാണ്ണൻ കൂടി ഉണ്ട്, അവരിപ്പം വരും. കണ്ടില്ലേ, രണ്ടാളല്ല കേട്ടോ. അപ്പോൾ ഒരാളപ്പുറമുണ്ട്. എന്നത് നമ്മുടെ ഭാസ്കരേട്ടൻ തന്നെയാണ് കെട്ടുന്നത്. ബാക്കി ഒരു വക പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം മുറ്റത്തിൻ്റെ പണിയും കഴിഞ്ഞാൽ വേഗം തന്നെ കയറി കൂടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ അല്ലേ വീട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം അവർക്ക് സ്കൂൾ പോകണ്ടല്ലോ, അതിലിടയ്ക്ക് ഞാൻ വേഗം തീയൊക്കെ പറ്റിച്ച് ചോറ്റിന് വെള്ളമൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ചോറ് എന്താ വേഗം തീപ്പരിച്ച് ചോറ്റിനുള്ള വെച്ച് അരിയിട്ട്, അതേപോലെ ചായ ആടുന്ന കറണ്ട് അടുപ്പ് നട്ടോ വെക്കാറ്. അപ്പോൾ ഇതാണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ മുറ്റം കിട്ടുന്നുണ്ട്. ചായക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടനെടുക്കണം. കണ്ട
രണ്ടാളാണ് പണിക്കുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവർക്ക് ചായ കൊടുക്കാം. അപ്പോൾ ഞാൻ ചായ ആക്കലിടുമ്പോൾ അപ്പോൾ ഇതിലേ കൂടി ഇപ്പോൾ ഒരു പാമ്പ് പോയിന്ന് പറയല ഭാസ്കരേട്ടൻ. ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അല്ല ഇതിൽ പറയുന്ന വീഡിയോ പറയുന്ന ഇപ്പോൾ എല്ലാം കൂടെ പേടിയായില്ലേ പാമ്പിനെ കണ്ടിട്ട് പറഞ്ഞിട്ട്. ഇന്നലെ നിജേച്ചി കണ്ടിട്ട് പറയുന്നുണ്ട് പാമ്പിനെ. അപ്പോൾ നമ്മൾ ശശാണ്ടൻ്റെ കല്ലും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഭാസ്കരേട്ടൻ വെറുതെ അതാടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നാ. അങ്ങനെ അവർ ചായയെല്ലാം കുടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നേതൂസ് എണീച്ച് എണീച്ച് മുട്ടയൊക്കെ തിന്ന് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പിന്നെ അവർ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ അവർക്കിന് കഞ്ഞി കൊടുക്കുകയും വേണ്ടു. അത് കഴിഞ്ഞാൽ നമ്മളപ്പം എടുത്ത് പോകും. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാറും പൊയ്ക്കും കഞ്ഞി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കൊടുക്കുകയേ വേണ്ടു. നമുക്ക് എല്ലാം അടച്ചു വെക്കട്ടെ. അവരിപ്പോൾ ഏകദേശം വരും. വരും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടെ അടച്ചു പോകും. അപ്പം അവർ വന്നാൽ എടുത്ത് കൊടുക്കുകയേ വേണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. മേതുട്ടി ഇതെന്നാ വീട്ടത്തല്ലോ. ഇപ്പം നനക്കുന്ന ഉണ്ടാ. അപ്പോൾ ഇതാണ്ട് നമ്മളെ കഞ്ഞിയെല്ലാം കൊണ്ടുവച്ച് ഇവർ കഞ്ഞി കുടിക്കാൻ വരാമെന്ന് നോക്കുന്നുണ്ട്. ഞാൻ കണ്ട നനച്ച് വിടണം. ഉണ്ടാ നനക്കുന്ന. ആ കമ്പട്ട് എടുത്തിട്ട് പിന്നെ കമ്പട്ടാണേ. എൻ്റെ ഒരു ബക്കറ്റ് അങ്ങ് താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട നമ്മളെ ശശിയേട്ടൻ താക്കിയിട്ട് എടുക്കുന്നത്. എനിക്ക് പേടിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഒരു കഞ്ഞി കുടിക്കാൻ വന്ന സമയത്ത് എടുത്തിട്ട് വരുന്നുണ്ട്. ആ ഇങ്ങോട്ട് വാ നീ തൊട്ടി. ആ മാമ എന്താ കണക്ക് തന്നെ പക്ഷേങ്കിൽ വായകത്തിന് കാമ്പ് കൊണ്ടിടാനാ ഉപ്പ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഉപ്പ് കുറക്കെ ഇടേണ്ട സാധനം കാമ്പാ പോലും കേട്ടാ. ഇത് അതിലൊന്നും കൊണ്ട് ഇടല്ല അവർ കഞ്ഞി കുടിക്കുമ്പോൾ. നമ്മളെ ഭാസ്കരേട്ടനെ കണ്ടുപിടുത്തന്നെ. അതെ വീഴാതേനാ കരിക്കട്ട കപ്പക്കയ്യാ. അന്നേരം പോവും വേം പോവും. ആ പരീക്ഷിച്ച് നോക്കണല്ലോ. അതെ അല്ലേ അതെ അല്ലേ ചേച്ചാ വെല്ലിച്ചനല്ലണേ അത്. അച്ചാച്ചാന്നല്ലാണ്ട് വിളിക്കൂല പെണ്ണ് അച്ചാച്ചാ. അപ്പം അവർ കഞ്ഞെല്ലാം കുടിച്ച് പോയി കഴിഞ്ഞാൽ അവളെ നേതൂസുണ്ട് കഞ്ഞി കുടിക്കുന്നത്. മാമക്കൊച്ചിലുണ്ട് മതിയാ. അപ്പോ ഇവരമ്പാച്ചി മോളാണപ്പാ. വേഗം കൊച്ച മാമ. നാരങ്ങേൻ്റെ കഷ്ണം ഇങ്ങനെ ഈമ്പുന്നുണ്ട്. പുളിയില്ല എരിയുന്നില്ല. അങ്ങനെ ഇതാ അവർ ഉച്ച 1:30 പണിയെല്ലാം കയറി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പഠിക്കാനെല്ലാം ഉണ്ട് കേട്ടോ. അതും പഠിച്ച് വെച്ച് അപ്പോൾ നേതൂസ് ഉറക്കാം. ഇപ്പം നമ്മളും പോവും. അപ്പോൾ ഉച്ചക്ക് അവരെല്ലാം പണി കയറിപ്പോയി. അപ്പോൾ നമ്മളും വാതിലെല്ലാം അടിച്ചിടുന്ന് പോകാൻ നോക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടാ. അടുത്ത വീഡിയോ ആയിട്ടാണ് ചേച്ചി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നോക്കല. എനിക്ക് പേടിച്ചിട്ട് നീ ചേച്ചിനെയും കൂട്ടിയിട്ട് വന്നേട്ടാ. ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നീ ചേച്ചി വായിന്നുണ്ട് എന്നെ കൊണ്ടാക്കാൻ വന്നേട്ടാ. അപ്പോൾ ഞാൻ വീഡിയോ കട്ടാക്കട്ടെ. എല്ലാം ഇപ്പോൾ പോയിക്കളി. ഞാൻ തായി എത്തുന്നതിലിടക്ക് ചേച്ചി നിൽക്ക് കട്ടാക്കി.